ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ആ ദിവസം വന്നെത്തി. പല തിരക്കുകളും മറ്റും കാരണം യാത്രകളും ക്യാമ്പിങ്ങും മാറ്റിവെച്ച് നമ്മുടെ ഗ്യാങ്ങിലോട്ട് ഇവനായിരുന്നു അതിന്റെ കാരണക്കാരൻ. വെറുതെ ഇരുന്നപ്പോൾ ഇവന് തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകൂടൽ. നമ്മുടെ ടീമിലെ മെക്കാനിക്കും കുക്കും രസികനും എല്ലാമാണ് ഇവൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരുമായിട്ട് ഒത്തുകൂടിയിട്ട് കുറച്ച് നാളുകളായി. ഇന്നത്തെ ഈ ക്യാമ്പിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഞാൻ പറഞ്ഞ നമ്മുടെ സജ്ജാദിനാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ തുടങ്ങി. വേറൊരു ഭാഗത്ത് ചിക്കന് മസാല പുരട്ടുന്ന തിരക്കിലാണ് നമ്മളെ മറ്റു കൂട്ടർ. അങ്ങനെ കുറച്ച് പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ പരിപാടിയുടെ തിരിതെളിയിച്ചു. കുറച്ച് നാൾ മുന്നേ വരെ ഓരോ ആഴ്ചയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഒരുപാട് നാളായി നമ്മൾ ഒത്തുകൂടിയിട്ട്. പലരും പല വഴിക്കായി, പല തിരക്കായി. ഒരു ഭാഗത്ത് സൊറ പറച്ചിലും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴും മറുഭാഗത്ത് ചിക്കൻ ചുടുന്ന പരിപാടി തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ഇത് ചുടാൻ ഉപയോഗിച്ച സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ്. അങ്ങനെ ചിക്കനൊക്കെ മാറ്റി വെച്ച ശേഷം പിന്നെ ഓരോ ആൾക്കാർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് പാർട്ടി മൂഡായിരുന്നു. ബാല്യങ്ങളുടെ ഓർമ്മകളിലേക്ക് യൗവനം കടന്നുപോയ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. ആർത്തുല്ലസിച്ചും പാട്ടുപാടിയും ഒക്കെ ഇരുട്ടിലെ നിശബ്ദതയെ നമ്മൾ കീറിമുറിച്ചു. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഡിസംബർ നമുക്ക് സമ്മാനിച്ച നല്ല നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. നമ്മളെ ഈ ഒത്തുകൂടലിന്റെ ഒരു കൊട്ടിക്കലാശമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടെന്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. മിന്നാമിനിയാണൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ രാത്രിയിൽ നമ്മൾ ടെന്റ് കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അങ്ങനെ സമയം രാവിലെയായി. നമ്മൾ ഇന്നലെ ടെന്റ് അടിച്ചത് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള പടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയുള്ളവർ ഈ സ്ഥലത്തിനെ മഞ്ചേരി പറമ്പെന്നാണ് പറയുന്നത്. ധാരാളം ആളുകൾ എത്തിപ്പെടുന്ന ഇവിടം ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. നമുക്കിവിടെ 2 സീസണായിട്ട് പറയാം. വെള്ളം കയറിയ സമയം, വെള്ളം കയറാത്ത സമയം. ഈ ഡിസംബർ മാസമൊക്കെ വെള്ളം കയറുന്ന സമയമാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ടെന്റ് അടിച്ച ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങും. ഇനി കുറച്ച് നാൾ വരെ ഇങ്ങനെയായിരിക്കും ഇവിടം. ധാരാളം വിനോദസഞ്ചാരികൾ വൈകുന്നേരങ്ങളിൽ വരുന്ന സ്ഥലമാണിത്. നമ്മൾ ഇതിന് മുന്നേ എടുത്ത ഒരു വിഷ്വൽ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. ഇതാണ് നമ്മുടെ പടിയൂർ. ബ്രിട്ടീഷുകാർ പണിത പാലം തൊട്ട് ബ്രിട്ടീഷുകാർ പണിത റോഡ് വരെ ഉണ്ട് ഇവിടെ. ഇപ്പോഴും പഴയ ഓർമ്മകളുടെ കുറേ അവശേഷിപ്പുകൾ ഇവിടെയുണ്ട്. എടക്കാനവുമായി വളരെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പലരും ഇതും എടക്കാനം വ്യൂ പോയിന്റായി പറയാറുണ്ട്. കുറേ വർഷം മുമ്പ് വരെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു. പഴശ്ശി പദ്ധതി വന്നതോടുകൂടി എല്ലാവരും ഇവിടുന്ന് മാറി. ഇതിനു ചുറ്റും കാണുന്ന അക്വേഷ്യ മരങ്ങളും ഈ സ്ഥലത്തിന് ഭംഗി കൂട്ടുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ മുഖച്ഛായ മാറാൻ പോകുകയാണ്. ടൂറിസത്തിന്റെ ഭാഗമായി ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ കുറച്ച് നല്ല ഓർമ്മകളുമായി നമ്മളും വീട്ടിലോട്ട് യാത്ര തിരിച്ചു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.